ശശികുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്തു. ശ്രീ ആർ ശശികുമാർ, ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം താങ്കളുടെ ശ്രദ്ധയിൽ പെട്ട് കാണുമല്ലോ. അങ്ങനെ ജനപ്രതിനിധികളായി വരുന്നവരുടെയൊക്കെ ആശ്രിതർക്ക് സർക്കാർ ജോലി കൊടുത്താൽ സർക്കാർ ജോലിക്കായി കഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ സ്ഥിതി എന്താകും? വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം, വിധിയല്ല ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒരു വിധിയാണ് സുപ്രീം കോടതി വന്നിരിക്കുന്നത്. രാമേന്ദ്രൻ നായരെ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന വായ്പകൾ, സ്വർണ്ണ വായ്പയും കാർ വായ്പ ഉൾപ്പെടെയുള്ള കടങ്ങൾ എഴുതിത്തള്ളി ദുരിതാശ്വാസ നിധി നൽകാനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകന് യോഗ്യതയ്ക്കനുസരിച്ച് ജോലി കൊടുക്കാനും ക്യാബിനറ്റിൽ 2018 എടുത്ത തീരുമാനമാണ്. അങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ മന്ത്രിസഭയ്ക്ക് അവകാശം അധികാരമില്ല. ഈ കാര്യങ്ങൾ ലോകായുക്തയുടെ ഞാൻ കൊടുത്ത കേസ് ചൂണ്ടിക്കാട്ടിയപ്പോൾ തീർച്ചയായിട്ടും അത് മെയിൻറ്റൈനബിൾ അല്ല എന്ന രീതിയിൽ ലോകായുക്ത കൺസിഡർ ചെയ്തില്ല. പക്ഷേ ഇത് ഒരു സർക്കാർ ജീവനക്കാരന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശ്രിതർക്ക് ഡൈൻ ഹാർനസ് സ്കീമിൽ ജോലി കൊടുക്കാനുള്ള വ്യവസ്ഥ മാത്രമേ നമ്മുടെ കേരള സർവീസ് ചട്ടത്തിലുള്ളൂ. അല്ലാതെ MLA ആയിട്ടിരുന്ന ഒരാള് 2-3 വർഷം MLA ആയിട്ടിരുന്നാൽ അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കണമെന്ന് ഏത് നിയമമാണ്? ഇതിനു മുമ്പുള്ള ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. അത് മാത്രമല്ല, തീരുമാനം യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കൊടുക്കാനാ. ഡൈൻ ഹാർനസ് സ്കീമില് സർക്കാർ ജീവനക്കാരന് ജോലി കൊടുക്കുമ്പോൾ അത് ക്ലാസ് 3 ക്ലാസ് 4 കൊടുക്കുള്ളൂ. ഇത് ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പോൾ MTechും അതുപോലെ ഡോക്ടറേറ്റുള്ള ആൾക്കാർ PSCയില് അസിസ്റ്റന്റ് എഞ്ചിനീയറായി നിൽക്കുമ്പോൾ ഇവിടെ സ്വാശ്രയ കോളേജിൽ നിന്നും പാസ്സായി വന്ന ഒരു MLA ആയിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് നൽകുക എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിയുമ്പോഴത്തേക്കും രാമേന്ദ്രൻ നായരുടെ മകൻ ചീഫ് എഞ്ചിനീയറാണ്. ഇത് എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? അപ്പൊ ഈ കേരളത്തിൽ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങളിൽ ഒന്നുകൂടിയാണ് രാമേന്ദ്രൻ നായരുടെ മകന്റെ നിയമനം. അതുകൊണ്ട് തീർച്ചയായിട്ടും സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണ്. ഇത് സർക്കാരിന് തിരിച്ചടിയാണ്. ഇനിയെങ്കിലും സർക്കാരുകൾ ഇന്നല്ല നാളെ ഭാവിയിൽ വരുന്നവരും MLA-മാരുടെ മക്കൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത്തരത്തിലുള്ള ഉയർന്ന പോസ്റ്റുകളെ കാണാൻ പാടില്ല. സർക്കാരിന്റെ കോടതിയുടെ തീരുമാനത്തിനെ സ്വാഗതം ചെയ്യുന്നു. ആർ ശശികുമാർ, ഗ്രേഡ് ഏതാണെങ്കിലും MLA എന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ്. നമുക്ക് 5 വർഷം കൂടുമ്പോൾ ഇത്തരത്തിൽ 140 MLA-മാർ മാറി മാറി വരികയാണ്. ഇത്തരത്തിൽ ആശ്രിത നിയമനം ഒരു കീഴ്വഴക്കമാക്കി മാറ്റിയാൽ ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ സ്വപ്നങ്ങൾക്ക് മേൽ കൂടി ഇടുതിയാകുന്ന ഒരു കാര്യമാകും. അപ്പോൾ ആശ്രിത നിയമനം എന്നൊരു സാങ്കേതിക പിഴവിനപ്പുറത്തേക്ക് സർക്കാരിന്റെ ഒരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു പിൻവാതിൽ നിയമനം എന്നുകൂടി നമുക്ക് അനുമാനിച്ചുകൂടെ, പ്രത്യേകിച്ച് ആർ പ്രശാന്തിന്റെ നിയമനത്തിൽ? അല്ല, ഇത് പിൻവാതിൽ നിയമനമാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഓഫീസുകളിൽ 1,60,000 പേര് പിൻവാതിലൂടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ PSC വഴിയോ അല്ല നിയമിച്ചിരിക്കുന്നു. അതേപോലെയുള്ള മറ്റൊരു പിൻവാതിൽ നിയമനം മാത്രമല്ല, ഉയർന്ന തസ്തികയിൽ MLA-യുടെ മകനൊന്നൊരു പെർമനന്റ് പോസ്റ്റ് കൊടുത്തതാണ്. മറ്റേതെല്ലാം ടെമ്പററി നിയമനമാണെന്ന് പറയാം. അപ്പൊ സ്ഥിരം നിയമനം പോലും ഇവിടെ ടെമ്പററി നിയമനം വ്യാപകമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അതുപോലെയുള്ള മറ്റൊരു പിൻവാതിൽ നിയമനമാണ് ഇത്. തുടർന്നാൽ നാളെ ഇവർ വരാൻ പോകുന്ന MLA-മാരുടെ അടുത്ത വരാൻ പോകുന്ന മരിച്ചുപോയ MLA-മാരുടെ വരും. MLA-മാരായിട്ടിരുന്നു മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി മാർക്കുമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സർവീസ് സർവീസിൽ അയക്കുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി കിട്ടുമോ? അപ്പൊ ഇപ്പോൾ തന്നെ ഇയാള് സ്വാശ്രയ കോളേജിൽ നിന്നും BTech പാസ്സായി അയാളെ നേരിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കുക എന്ന് പറയുമ്പോൾ എത്രയോ മിടുക്കന്മാർ അവഗണിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. അച്ഛൻ 2 വർഷം MLA ആയിരുന്നതിന് മകൻ ഇതാണോ പാരിതോഷികം കൊടുക്കേണ്ടത്? മറ്റു സാമ്പത്തിക സഹായം വേണമെങ്കിൽ സർക്കാർ പാർട്ടിയിൽ നിന്ന് കൊടുക്കണം. ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നെടുത്ത് ദുരിതാശ്വാസ നിധിയുടെ പണം കൊടുക്കുക, മകന് ജോലി കൊടുക്കുക. ഇത് കേരളത്തിൽ കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിന് കിട്ടിയ ഒരു കനത്ത തിരിച്ചടിയാണ്. വ്യക്തമാണ്. ആർ ശശികുമാറാണ് നമ്മോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. തികച്ചും ശശികുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അത് ശശികുമാർ പറഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ജോലി കാത്ത് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഖാവിനെ അവർക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ പാർട്ടി വക സാമ്പത്തിക സഹായം നൽകാം, സഹകരണ സംഘത്തിൽ നിയമനം നൽകാം. അതൊക്കെ മലക്കം മറിച്ചുകൊണ്ടൊരു ഉന്നത തസ്തികയിൽ ക്യാബിനറ്റ് ചേർന്ന് ആർ പ്രശാന്തിന് നിയമനം നൽകിയ സംഭവം വലിയ വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസെത്തിയപ്പോൾ ആ നിയമനം റദ്ദ് ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയും തള്ളിയിരിക്കുന്നു. അതായത് ആശ്രിത നിയമനം എന്ന ബാനറിൽ ഇത്തരത്തിൽ നിയമനം നടത്തിയത് പിൻവാതിൽ നിയമനം തന്നെയാണെന്ന് കോടതി വരച്ചു വെക്കുന്നു. ആർ അച്യുതൻ നമ്മോടൊപ്പം ചെയ്യുന്നു. അച്യുതൻ, ഇക്കാലയളവിൽ അത്രയും ഇദ്ദേഹം വാങ്ങിയ സാലറികളുണ്ട്, അലവൻസുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിട്ടുണ്ടോ?
സുഹൈൽ, വിശദമായ അത്തരത്തിലേക്കുള്ള പകർപ്പുകൾ ലഭിച്ചിട്ടില്ല. എന്തായാലും അത് ഇതിനുശേഷം ലഭിക്കുന്നതായിരിക്കും. നിലവിലിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്നത് സർക്കാരിൻ്റെ ഒരു തീരുമാനം, ആ തീരുമാനത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രഹരമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ആർ പ്രശാന്തിൻ്റെ നിയമനം അത് റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെത്തുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കും, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു സ്റ്റേ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഉത്തരവിലേക്ക് സുപ്രീം കോടതി കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ വിധി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതായത് ഭാവിയിലും ഇത്തരം പ്രവണതകളിലേക്ക് കടക്കാതിരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടി സുപ്രീം കോടതി നൽകുന്നുണ്ട്. കൃത്യമായി ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. MLA-മാർ ജനപ്രതിനിധികളാണ്, സർക്കാർ ഉദ്യോഗസ്ഥരല്ല. ആശ്രിത നിയമനം എന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് നൽകുന്ന ഒന്നാണ്. അതൊരിക്കലും ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾക്ക് അത്തരത്തിലുള്ള ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നത് കൃത്യമായി നിരീക്ഷിച്ച ഹൈക്കോടതി വിധി അത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും സർക്കാരിന് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് ഒരു തസ്തിക സൃഷ്ടിച്ചാണ് ആർ പ്രശാന്തിന് നിയമനം നൽകിയത്. അതിനുശേഷം ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകൾ ആർ പ്രശാന്തിന് ഉണ്ടെന്നതായിരുന്നു സർക്കാരിൻ്റെ വാദം. പിൻവാതിൽ നിയമനമടക്കം ചർച്ചയായിരുന്ന കാലത്ത് വലിയ രീതിയിൽ വീണ്ടും വിവാദമാക്കിയൊരു വിഷയമായിരുന്നു. എന്തായാലും അതിലിപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആശ്രിത നിയമനത്തിൽ അത് ഈ MLA-മാരുടെ മക്കൾക്ക് ഇത്തരത്തിൽ ആശ്രിത നിയമനം നൽകുന്നത് അത് തെറ്റാണെന്നുള്ള നിരീക്ഷണത്തിലേക്ക് കൂടിയാണ് കടന്നിരിക്കുന്നത്. ഏറെ വിവാദങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ സംഭവം ആർ പ്രശാന്തിന്റെ നിയമനം അതൊരു വിധത്തിലും സാധൂകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി പ്രഹരമേറ്റിരിക്കുന്നു. ഈ വാർത്തയിലേക്ക് തിരികെ വരാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും.